അടുപ്പുകല്ലിൽ വെച്ച് പാതി ഉണക്കിയ നിക്കറുമിട്ട് സ്കൂളിൽ പോകുന്ന കുട്ടി എന്നൊക്കെ പറഞ്ഞാ ഇന്നത്തെ മക്കൾക്കത് മനസ്സിലാകുമോ? തീ കത്തുന്ന അടുപ്പിന്റെ കല്ലിനല്ലേ ചൂടുണ്ടാവും. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ പോകുന്നത് നമ്മുടെ കേരളക്കരയാകെ ഓടി നടന്ന് പല പ്രൊഫഷണൽ നാടകങ്ങളിലും ഗംഭീര വേഷങ്ങൾ ചെയ്ത് നാട്ടിലെ ഒരു നാടക പ്രവർത്തകൻ കുര്യൻ സി ജോണിന്റെ വീട്ടിലേക്കാണ്. അദ്ദേഹത്തെ കാണാം. ജീവിത കഥകൾ, കലാരംഗത്തെ അദ്ദേഹത്തിന്റെ സംഭാവനകൾ അറിയാത്തവർ അറിയട്ടെ, അറിഞ്ഞവർ വീണ്ടും ഓർക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് കാണാം. കുര്യൻ ചേട്ടാ, നമസ്കാരം. ഹലോ കനക സുരേഷ്. ഓക്കെ ഓക്കെ, പിന്നെ എന്തൊക്കെയുണ്ട് കനവേ? പത്രപാരായണാണോ? പത്രം രാവിലെ പത്രമൊക്കെ ഒന്ന് വായിച്ചേ, ഇങ്ങനെയൊക്കെ നോക്കിയതാ. പിന്നെ എന്തൊക്കെയാ എന്തെങ്ങനെ ഞാന് നമ്മുടെ നാട്ടിലെ അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളെയൊക്കെ പോയി കാണുകയും അവരൊക്കെ അവരുടെ ജീവിതമൊക്കെ നമ്മള് ഓടിക്കളിച്ച കാലം ഉണ്ടല്ലോ, ആ കാലത്തെ എല്ലാരും തന്നെ മറന്നുപോയി. ഇന്ന് വലിയ സ്പീഡാണ്, ജനങ്ങൾക്ക് എല്ലാം വേഗത കൂടുതലാ, തീർച്ചയായും മറവിയും കൂടുതലാ. അപ്പൊ അന്ന് മിന്നിത്തിളങ്ങിയ ആളുകളെയൊക്കെ മറന്ന് അവരൊക്കെ മങ്ങി തുടങ്ങുക. പക്ഷെ നമ്മളെ ഓർക്കാൻ ആഗ്രഹിക്കുന്ന കുറെ ആളുകളുണ്ട്. അവരുടെ മുമ്പിലേക്ക് നമ്മള് ആ പഴയ കാലമൊക്കെ ഒന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയാല് നമ്മുടെ സുഹൃത്തുക്കൾ. നല്ല കാര്യമാണ്, നല്ല കാര്യമാണ്. അതൊക്കെ ഒരു ഓർമ്മയിലിരിക്കുമല്ലോ. അപ്പൊ ഞാനിങ്ങോട്ട് വരുമ്പോ ആദ്യം പറയുന്നല്ലോ, ഒരു സിംഹത്തിന്റെ മടയിലേക്ക് പോകുന്ന ആ ശബ്ദവും ആ ഗാംഭീര്യവും ആ പഴയ നാടകങ്ങളിലൊക്കെ കണ്ട ഓർമ്മയുണ്ട്. ഇപ്പം നമ്മളെ ഇതെന്റെ നേരെ അനുജനാണ്. പുള്ളിന്റെ കൂടെ തന്നെയല്ലേ? പുള്ളി എന്റെ കൂടെയാണ് താമസിക്കുന്നത്. അവന്റെ സംരക്ഷണമൊക്കെ ഞാനാണ് നടത്തുന്നത്. എന്റെ ഒരു അനുജൻ, അവന് ശരിക്കും സംസാര ശേഷിയില്ല, ഭിന്നശേഷിയാണ്. ഒരു ഭിന്നശേഷി. എന്തായാലും അവന്റെ സംരക്ഷണമൊക്കെ ഞാനാണ് ഏറ്റെടുത്തത്. നിങ്ങള് പിന്നെ അതുപോലെ തന്നെ ഭിന്നശേഷി ഒരു സംഘടനയും കാര്യങ്ങളൊക്കെ. അതെ അതെ അതെ, തീർച്ചയായിട്ടും ഭിന്നശേഷി സംഘടനയുടെ ഇതിന്റെ പിന്നെ പേരാമ്പ്ര ഏരിയ കമ്മിറ്റി അംഗമാണ് ഞാൻ. എന്തൊക്കെയായിരുന്നു നമ്മളെ ജീവിത രീതികൾ അല്ലെങ്കിൽ കടന്നു വന്ന വഴികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടല്ലേ, ഞാൻ കർഷക കുടുംബത്തിൽ പറഞ്ഞവനാ. അതെ, കർഷകനാ. അപ്പം കലാരംഗവുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല ആയിരുന്നു അന്നില്ലായിരുന്നു. അപ്പം എങ്കിലും എനിക്ക് നാടകങ്ങൾ കാണുക എന്ന് പറയുന്നത് വലിയ ഇഷ്ടമായിരുന്നു. അപ്പോൾ ഒരു ക്രിസ്ത്യൻ കുടുംബമാണ് ഞാൻ. അപ്പൊ ക്രിസ്ത്യൻ കുടുംബത്തിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കലാരംഗവുമായിട്ട് വലിയ ബന്ധമൊന്നുമുള്ള ആളുകൾ അപൂർവമായിരിക്കും, പ്രത്യേകിച്ച് ഈ മലയോര മേഖലയിൽ. അതെ അതെ അതെ. അപ്പോൾ എനിക്ക് നാടകങ്ങളോട് അതിയായ താല്പര്യം ഉണ്ടായിരുന്നു. കാരണം ചെറുപ്പകാലം മുതലേ ഈ കുളത്തുവയലിൽ പഠിക്കുന്ന കാലം മുതല് അവിടെ ഒട്ടനവധി നാടകങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. പെരുന്നാളിന് ഈ SP പിള്ള, മുത്തുകുളം, ഇങ്ങനെയൊക്കെ കലാനിലയം കൃഷ്ണൻ നായരുടെ നാടകങ്ങൾ. അതുപോലെ തന്നെ പിന്നീട് ഇങ്ങോട്ട് പോന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോട്ടയം നാഷണൽ തിയേറ്റേഴ്സ്, ആലപ്പി തിയേറ്റേഴ്സ്, ഇവരൊക്കെ നാടകങ്ങൾ ഞാൻ കാണാൻ പോകും. അപ്പൊ എനിക്കൊരു നാടകത്തിനോടൊരു പൊതുവെ ഒരു ആവേശമുണ്ട്, ഉണ്ടായിരുന്നു ചെറുപ്പം മുതലേ ഉണ്ടായിരുന്നു. എങ്ങനെയൊരു നാടകക്കാരനാകാം എന്ന് അന്ന് ആ ബാലമനസ്സിൽ ഉള്ളിന്റെ ഉള്ളിലുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു 75 കാലഘട്ടത്തില് ഈ പിള്ളപ്പുരണ്ണ കേന്ദ്രമാക്കിയിട്ട് ഒരു സംഗമം തിയേറ്റേഴ്സ് എന്ന് പറഞ്ഞൊരു തിയേറ്റേഴ്സ്, അത് അതിന് മുന്നേ ഉണ്ടാക്കി ഒരു 72 ഇങ്ങനെ ഉണ്ടായതാണ്. അപ്പോൾ ഞാൻ അവിടെ പിള്ളപ്പുരണ്ണ ചെന്നിട്ട് ഇവരുമൊക്കെ ആയിട്ട് ബന്ധപ്പെടും. അപ്പൊ അതുപോലെ തന്നെ അന്ന് ഈ പ്രാദേശികമായിട്ട് കളിക്കുന്ന നാടകങ്ങളും കാണാൻ പോകും. അന്ന് ഇന്നത്തെ ആധുനിക സൗകര്യങ്ങളില്ലെന്ന് മനസ്സിലാക്കണം. ഇല്ല, ശരിയാ. അന്ന് ഈ പെട്രോമാക്സിന്റെ വെളിച്ചത്തിലൊക്കെയാണ് നാടകം കളിച്ചോണ്ടിരുന്നത്. അതാണ്, അതൊന്നും ആരും ചിന്തിക്കാൻ പോലും പറ്റില്ല. അതുപോലെ തന്നെ അതിനകത്തെ വികാരതീവ്രമായ രംഗങ്ങൾ വരുമ്പോ അന്ന് ഈ ചായപ്പൊടി കൊണ്ടുവരുന്ന 20 കിലോയോ എങ്ങാണ്ടോ ഇതുള്ള ഒരു ചായപ്പെട്ടി സൈഡിലൂടെ ഒരു ഇതൊക്കെ അടിച്ച ഒരു സൈഡൊക്കെ ഒരു ഇതൊക്കെ അടിച്ചിട്ടുള്ളത്. ഈ ചായപ്പെട്ടിയുടെ ഈ 4 സൈഡും 4 സൈഡ് വെട്ടിക്കളഞ്ഞ അതിന്റെ ആ 4 സൈഡും ഗ്ലാസ് പേപ്പർ ഒട്ടിക്കും. എന്നതിന് ശേഷം പെട്രോമാക്സ് അതിനകത്ത് ഇറക്കി വെക്കും. എന്നിട്ട് വികാരതീവ്രമായ രംഗങ്ങൾ വരുമ്പോ ചുമല, നീല തിരിച്ചായിരുന്നു കാണിച്ചു.
പക്ഷെ അത് അന്നൊരു അത്ഭുതമായിട്ടാണ് തോന്നുന്നത് ബാലമനസ്സിൽ. അതുപോലെ തന്നെ ഈ പിന്നെ ഇവിടെ ചക്കട്ടോരെ തന്നെ പിന്നെ ഒരുപാട് നാടകങ്ങൾ അരങ്ങേറി. ഈ ആലപ്പി തിയേറ്റേഴ്സിന്റെയും ഇങ്ങനെയൊക്കെയുള്ള നാടകങ്ങൾ അതെല്ലാം കാണാൻ പോകുമായിരുന്നു. ഇവിടെയൊക്കെ പള്ളികളിലും അമ്പലങ്ങളിലൊക്കെ നാടകങ്ങൾ അന്ന് സജീവമായിട്ട്. അങ്ങനെ ഈ 74 കാലഘട്ടത്തില് ഇവര് ഈ പിള്ളപ്പെണ്ണി കളിക്കുന്ന TM ശ്രീധരൻ പുള്ളി ഒരു നടനാണ്. അതുപോലെ തന്നെ KV ബാലൻ എന്ന് പറയുന്ന ആള്. അപ്പൊ ഇവരെല്ലാം കൂടെ കൂടിയിട്ട് എന്നോട് പറഞ്ഞു, നീയും ഇങ്ങനെ ഞങ്ങളിവിടെ നാടകമൊക്കെ കളിക്കുന്നുണ്ട്, നീയും ഇങ്ങനെ ഒന്ന് കൂടാൻ പറഞ്ഞു. ഉടനെ എനിക്ക് ഇവർ ആദ്യമേ തന്നെ ഇത് നാടകത്തിൽ കളിക്കാൻ വേണ്ടി ക്ഷണിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് വലിയ ആവശ്യമായിരുന്നു. പക്ഷെ നാടകത്തിന്റെ റിഹേഴ്സൽ തുടങ്ങി അന്ന് ഈ ഒരു ഫീമെയിലാ ഉണ്ടാകുക. അപ്പൊ എനിക്ക് വലിയ പരിചയവും ഇല്ലല്ലോ സ്റ്റേജിൽ. ഫീമെയിലിനെ കിട്ടാൻ പണിയല്ലേ? ഫീമെയിലിനൊക്കെ ഒന്ന് കിട്ടാൻ പണിയാ. അപ്പൊ ഇങ്ങനെ നാടകം അഭിനയിച്ചു. റിഹേഴ്സൽ തുടങ്ങി കഴിഞ്ഞ് ചോദിച്ചപ്പോ എന്തായാലും ഞാൻ പപ്പ പറയാൻ തുടങ്ങി. എന്നെ ഇതിൽ നിന്ന് ഒഴിവാക്കി ആ നാടകത്തിൽ നിന്ന് ശരിയാകിയെന്ന് പറഞ്ഞു. അതിന്റെ സംവിധായകനുണ്ട്, ഒരു KMG പണിക്കർ എന്ന് പറയുന്ന ഒരാൾ. അവിടെ എനിക്കത് വലിയ വിഷമമായി. പിന്നെ ഞാൻ കുറച്ച് ഡയലോഗുകളെല്ലാം പഠിച്ച് ഇതിനകത്ത് എങ്ങനെയും കയറി പറ്റണമല്ലോ, നമ്മുടെ ആഗ്രഹം സാധിച്ചിട്ടുണ്ട്. അങ്ങനെ പിന്നീട് റിഹേഴ്സൽ നടത്തിയപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ തന്നെ അത് ചെയ്യാം, ഞാൻ കുറെ പഠിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനത് ചെയ്തു. ചെയ്തതിന് ശേഷം അവർക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അങ്ങനെ 1976 ഞാൻ ആദ്യമായിട്ട് സ്റ്റേജിൽ കയറുന്നത്. അവരാണ് എന്നെ ഈ സ്റ്റേജിൽ കയറ്റിയ നല്ല അഭിപ്രായങ്ങൾ. പിന്നെ വർഷം തോറും ഇങ്ങനെ വാർഷികത്തിന് നാടകങ്ങൾ ഇങ്ങനെ കളിച്ചോണ്ടിരുന്നു. പിന്നെ അമേച്ചർ നാടകങ്ങൾ ഇങ്ങനെ കളിച്ചോണ്ടിരുന്നു കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ പേരാമ്പ്ര കേന്ദ്രമാക്കിയിട്ടൊരു വീനസ് തിയേറ്റേഴ്സ് ഉണ്ട്. അവരെന്നെ വിളിച്ചു. VK ബാലേന്ദ്രൻ എന്ന് പറയുന്ന ആളായിരുന്നു എൻ്റെ ആള്. അവരെന്നെ അതിനകത്ത് അഭിനയിക്കാൻ വിളിച്ചു. അങ്ങനെ ഞാൻ അതിലേരിക്കന്നി എന്ന് പറയുന്ന നാടകത്തില് കളിച്ചു. അപ്പോൾ പുറമേയുള്ള നാടകക്കാരുമായിട്ടൊക്കെ നല്ല ബന്ധങ്ങളായി. കലാലയം ഭാസ്കരൻ നായർ, മുഹമ്മദ് പേരാമ്പ്ര, ഇങ്ങനെയൊക്കെയുള്ള ആളുകളൊക്കെ ആയിട്ട് നല്ല ബന്ധങ്ങൾ സ്ഥാപിക്കാൻ പറ്റി. അങ്ങനെ അത് കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ തെക്കൻ സൈഡിലൊക്കെ നാടകം കളിച്ചുകൊണ്ടിരുന്നത് ജയമോഹൻ എന്ന് പറയുന്ന ഒരാൾ, നല്ല നടനും സംവിധായകനും ഒക്കെയാണ്. അദ്ദേഹം ഇപ്പൊ ബത്തേരിയിലും കണ്ട താമസിക്കുന്നു. അപ്പൊ അദ്ദേഹം എന്നെ കണ്ടതിന് ശേഷം അദ്ദേഹം പറഞ്ഞു, നമുക്ക് അടുത്ത നാടകത്തിൽ കുര്യൻ ഒരു നല്ല വേഷമുണ്ട്. അപ്പൊ ഏതാ നാടകം എന്ന് ചോദിച്ചപ്പം നമ്മുടെ തകഴിയുടെ രണ്ടിടങ്ങഴി നാടകത്തിലെ കോരൻ എന്ന കഥാപാത്രത്തെ. അതെനിക്ക് എൻ്റെ ജീവിതത്തിൽ വലിയൊരു അനുഭവമായിരുന്നു, ഒരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു. കാരണം ആ കോരൻ എന്ന് പറയുന്ന കഥാപാത്രം കോരനും ചിരിതയും പുഷ്പവലി തമ്പുരാനും അന്നത്തെ അടിമ പിന്നെ ജന്മിത്ത കാലഘട്ടത്തിലെ ഒരു കഥ കുറെ സ്റ്റേജുകൾ കളിച്ചു. അങ്ങനെ ഇത് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ ഈ ഒരു പ്രൊഫഷണൽ എന്നുള്ള ഇതിലേക്ക് വരാൻ തുടങ്ങി. അങ്ങനെ പിന്നെ എന്നെ പല സമിതികളും വിളിക്കാൻ തുടങ്ങി. അങ്ങനെ 35 വർഷക്കാലം പ്രൊഫഷണൽ നാടകങ്ങളിൽ ചെയ്തിട്ടുണ്ടാവും. ഇപ്പൊ മൊത്തം ഞാൻ 40ഓളം നാടകങ്ങൾ കളിച്ചിട്ടുണ്ട്. ഒരു 8 നാടകം അമേച്ചർ. 40 നാടകങ്ങളിൽ അഭിനയിച്ച വ്യക്തിയാണ് ഇതിൽ. തീർച്ചയായും പറയണ്ട. അപ്പോ അങ്ങനെയുള്ള കഥാപാത്രങ്ങളിലൂടെ പോയി. ഇപ്പോ ആ നാടകത്തിന്റെ ഡയലോഗോ അങ്ങനെയൊക്കെ ഓർമ്മയുണ്ടോ? ആ നാടകത്തിലെ ഓർമ്മയില്ലെങ്കിലും ചില നാടകങ്ങളിലെ ഡയലോഗുകൾ ഓർമ്മയുണ്ട്. ഏറ്റവും പിന്നെ ജനങ്ങൾ കൈയടിച്ച ഒരു ഡയലോഗ് ഉണ്ടാവില്ല, പഞ്ചിങ്, നമ്മളെ സുരേഷ് ഗോപി പറഞ്ഞ പോലെ, പൃഥ്വിരാജ് പറഞ്ഞ പോലെ. ഒരു നാടകം ഇതില് ഈ പിന്നെ വില്ലൻ വേഷമാണോ പറയുന്നത്? വില്ലൻ വേഷം. അത് കേൾക്കാനാ ഭയങ്കര ഇൻട്രസ്റ്റ്. ഒന്ന് പറഞ്ഞു നോക്കാം. മുല്ലശ്ശേരി മെഡിക്കൽ സെന്ററിന്റെ ലാബോറട്ടറി റൂമിൽ ഈ പാഷാഭായിയുടെ മാസ്റ്റർ പ്ലാൻ ജീവൻ വെക്കുമ്പോൾ ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെ മാറിൽ പെറ്റുവീണ ഒരു തലമുറയുടെ ബുദ്ധിക്ഷയം കണ്ട് ലോകരാഷ്ട്രങ്ങൾ അഭിനന്ദിക്കുമ്പോൾ, മൈ ഡിയർ ഫ്രണ്ട്, നാം നമ്മോട് തന്നെ പറയും, ഇത് ഇന്ത്യ, ബുദ്ധിയില്ലാത്ത കഴുതകൾക്ക് ജന്മം നൽകുന്ന അമ്മമാരുടെ നാട്, ചിന്തിക്കാൻ നേരമില്ലാത്തവരുടെ ഇടയിലൂടെ ഉഗ്രവിഷവും തേറ്റയിലൊതുക്കി ഒരു കരിമൂർഖനെ പോലെ ഇഴഞ്ഞു വന്നാൽ മതി. തകരുന്നത് വിവിധ വിശ്വാസങ്ങളുടെ കതർ നൂലുകൊണ്ട് ദരിദ്ര നാരായണന്മാരുടെ നഗ്നത മറയ്ക്കാൻ പഠിപ്പിച്ച അർദ്ധനഗ്നന്റെ ശാന്തി മന്ത്രമാണ്. ഒന്നും പറയണ്ട. ഇത് എത്രയില് പിന്നെ ചെയ്ത വേഷാണ് ഇത്? ഞാനൊരു 2005 ചെയ്തു. ഇത്രയും വലിയ ഡയലോഗ് നമ്മളൊക്കെ ഒരു സിനിമയിൽ ഒരു ഡയലോഗ് പഠിക്കണ കുറെ സമയം, ഇത് പഠിച്ച് തറവാക്കി ഇത്രയും കാലം അതിൽ നിന്ന് വിട്ട് നിന്നിട്ട് വീണ്ടും ചോദിച്ചപ്പോ കൂളായിട്ട് അതേ ആക്ടിങ് പവറോട് കൂടി ചെയ്യാൻ കഴിഞ്ഞല്ലോ. അത് തന്നെ
താങ്കളെ പോലെയുള്ള ഒരു പ്രതിഭ എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. അല്ലാത്ത ഒരാൾക്കും ഇത് സാധിക്കില്ല. പഠിച്ച് മറന്നു പോകുമ്പോ അത് ഉള്ളിലേക്ക് ആഴ്ന്ന് ഇറങ്ങിയിട്ടില്ല എന്നുള്ള ബോധം ഉണ്ടാവുക. ഇതങ്ങനെയല്ല, നമിച്ച്. പിന്നെ ഒരു നാടകത്തിനോട് പറഞ്ഞുതരാം. നിങ്ങൾ ഒട്ടനവധി ആ ഡയലോഗുകൾ കേട്ടിട്ടുള്ളോ? പെരുങ്കൊല്ലൻ എന്ന് പറയുന്ന നാടകത്തിൽ. പെരുങ്കൊല്ലൻ അതാരാ നാടക? അത് ഇതിനകത്തെ ചന്തു എന്ന് പറയുന്ന കഥാപാത്രമായിരുന്നു. ബാല്യത്തിൽ കളിപ്പാട്ടങ്ങൾക്കും കൗമാരത്തിൽ അങ്കച്ചൂടുകൾക്കും യൗവനത്തിൽ അർഹതപ്പെട്ട സ്ഥാനത്തിനും വേണ്ടി നിഷേധിക്കപ്പെട്ടവന്റെ വെറി, യോഗ്യതയില്ലാത്തവൻ എന്ന ആക്ഷേപത്തിനും അപ്പുറം കളിയങ്കത്തിൽ അടവുകൾ മാറ്റി ചന്തുവിന്റെ ദേഹം മുറിച്ച് രസിച്ചു പുത്തൂരം വീട്ടിലെ പൊന്നുണ്ണി ആരോമൽ ചേകോർ. എന്തിനെന്നറിയോ നിനക്ക്? ഒളിഞ്ഞും തെളിഞ്ഞും നോക്കുന്ന ദാസിപ്പെണ്ണുങ്ങളുടെ മുന്നിലെ വീരനായകനാകാൻ. കളരിക്ക് പിറകിൽ തലവിധിയോർത്ത് നെഞ്ചു നീറിയിരുന്ന ചന്തുവിന്റെ മനസ്സ് തണുപ്പിക്കാൻ അന്നൊരുത്തിയുണ്ടായിരുന്നു. എന്റെ പെണ്ണഴകന്റെ പ്രമാണമായ ഉണ്ണിയാർച്ച. പിന്നൊരിക്കൽ അവളും പറഞ്ഞൊരു യാത്രാമൊഴി, പാരമ്പര്യമുള്ളവന്റെ മുൻപിൽ ശിരസൂരിക്കാൻ അനുഗ്രഹിക്കണം എന്നൊരപേക്ഷയും. അന്ന് ചന്തു നിശ്ചയിച്ചത് ആ പെരുങ്കൊല്ല ആരോമൽ എന്ന ശത്രുവിനുള്ള വിധി. ഒന്നെനിക്കും ജയിക്കണ്ടടാ. മാർഗം ചതിയുടേതായാലും ഈ മുളയാണി ചന്തുവിന്റെ മനസ്സിൽ നിന്നും പറിച്ചെടുത്തതാണ്. ശാസ്ത്രം പറഞ്ഞെന്നെ ധിക്കരിച്ചാൽ നിന്റെ ചങ്കി ഞാൻ പറിച്ചെടുത്തു കൊണ്ടുപോകും. മാനം കെട്ട മകളുടെ നിലവിളിക്കുമപ്പുറം ശാസ്ത്രങ്ങൾക്ക് വില കൽപ്പിക്കുന്നെങ്കിൽ പെരുങ്കൊല്ലൻ നിന്നെ ധിക്കരിക്കാം. ഒന്നുകിൽ പുത്തൂരം വീടിന്റെ അഭിമാനത്തിന് ഇരുമ്പാണി, സ്വന്തം മകളുടെ അഭിമാനത്തിന് മുളയാണി. മുഹൂർത്തം തെറ്റിക്കാതെ പെരുങ്കൊല്ലൻ ആണി തറച്ചോളൂ. എന്റെ കുര്യൻ ചേട്ടാ ഒന്നും പറയണ്ട, ഒന്ന് എണീറ്റ്. എനിക്ക് വയ്യ. എന്റെ മക്കളെ കണ്ടില്ലേ സംഭവം കേട്ടോ, ഒന്നും പറയാനില്ല. ഞാൻ ഒരുപാട് ആളെ കണ്ടിട്ടുണ്ട്. ഇത്ര ഡയലോഗ് ഇതൊക്കെ പഞ്ചില് വെച്ചത് അതിന്റെ ഉള്ളിലുണ്ട് അല്ലേ? അതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് നാടകത്തിൽ ഒരു കഥാപാത്രത്തെ നമ്മൾ ഏറ്റെടുത്ത് കഴിയുമ്പോ പിന്നീട് അതിങ്ങനെ നമ്മള് ആ ഡയലോഗുകൾ നമ്മുടെ മനസ്സിലങ്ങ് പതിഞ്ഞു. അതിങ്ങനെ കുറച്ച് കാലങ്ങൾ കഴിഞ്ഞാൽ അത് വിട്ടുപോവുകയില്ല. അതാണ് അദ്ദേഹം. അതുപോലെ തന്നെ മറ്റൊരു ഇത് ഒരു വില്ലൻ വേഷത്തിന്റെ ഇതല്ല, മറ്റൊരു നാടകത്തിൽ ഞാൻ ചെയ്തിരുന്നത് അതേ ഇവിടെ തന്നെ ഉള്ള ഒരു കഥാപാത്രമായിരുന്നു. ഒരു ഭ്രാന്തൻ ജോസ് എന്ന് പറയുന്ന ഒരാളായിരുന്നു നമ്മളുടെ. ഭ്രാന്തൻ ജോസ് കേട്ടിട്ടുണ്ട്. നമ്മുടെ പൊന്മലപ്പുറ സൈഡിൽ കൂടെ ഒരു ഭ്രാന്തനായിട്ട് നടക്കുക. അപ്പൊ അദ്ദേഹത്തെ ഇത് വെച്ച് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടൊരു കഥ ഞാൻ എഴുതിയതല്ല, വേറെ ആളെ കണ്ട് എഴുതിച്ചു. അതിനകത്ത് കഥാപാത്രം പറഞ്ഞു കൊടുത്തു. പിന്നെ ഞാൻ അതിനകത്തൊരു അച്ഛനായിട്ടാ. അടുപ്പുകല്ലിൽ വെച്ച് പാതി ഉണക്കിയ നിക്കറുമിട്ട് സ്കൂളിൽ പോകുന്ന കുട്ടി എന്നൊക്കെ പറഞ്ഞാ ഇന്നത്തെ മക്കൾക്കത് മനസ്സിലാകൂ. തീ കത്തുന്ന അടുപ്പിന്റെ കല്ലിനല്ലേ ചൂടുണ്ടാവൂ. ഒരു ദിവസം ആ നിക്കർ തീരെ ഇടാൻ പറ്റാണ്ടായപ്പോ അവന്റെ അമ്മ പിഞ്ഞിയെ തോർത്ത് നീട്ടി പറഞ്ഞു, മോനെടുത്തുകൊണ്ട് സ്കൂളിൽ പോയിക്കൊള്ളാൻ. കുട്ടിയല്ലേ, മനസ്സ് നൊന്നിട്ടുണ്ടാവും. അവനെടുത്തു പോയത് സ്കൂളിലേക്കല്ല, പ്ലാന്റേഷന്റെ ഗേറ്റ് തുറന്ന് കശുമാവിൻ തോട്ടത്തിലേക്കാണ്. ആകെ ഉണ്ടായിരുന്ന സ്ലേറ്റ് പൊട്ടിത്തകർന്ന് കിടപ്പുണ്ടായിരുന്നു. നമ്മുടെയൊക്കെ ജീവിതം പോലെ. അങ്ങനെ മതിലേരിക്കന്നി എന്ന് പറയുന്ന നാടകത്തില് കളിച്ചു. അപ്പോൾ പുറമേയുള്ള നാടകക്കാരുമായിട്ടൊക്കെ നല്ല ബന്ധങ്ങളായി. കലാകലയം ഭാസ്കരൻ നായർ, മുഹമ്മദ് പേരാമ്പ്ര, ഇങ്ങനെയൊക്കെയുള്ള ആളുകളൊക്കെ ആയിട്ട് നല്ല ബന്ധങ്ങൾ സ്ഥാപിക്കാൻ പറ്റി. അങ്ങനെ അത് കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ തെക്കൻ സൈഡിലൊക്കെ നാടകം കളിച്ചുകൊണ്ടിരുന്നത് ജയമോഹൻ എന്ന് പറയുന്ന ഒരാൾ, നല്ല നടനും സംവിധായകനും ഒക്കെയാണ്. അദ്ദേഹം ഇപ്പൊ ബത്തേരിയിലും കണ്ട താമസിക്കുന്നു. അപ്പൊ അദ്ദേഹം എന്നെ കണ്ടതിന് ശേഷം അദ്ദേഹം പറഞ്ഞു, നമുക്ക് അടുത്ത നാടകത്തിൽ കുര്യൻ ഒരു നല്ല വേഷമുണ്ട്. അപ്പൊ ഏതാ നാടകം എന്ന് ചോദിച്ചപ്പം നമ്മുടെ തകഴിയുടെ രണ്ടിടങ്ങഴി നാടകത്തിലെ കോരൻ എന്ന കഥാപാത്രത്തെ. അതെനിക്ക് എൻ്റെ ജീവിതത്തിൽ വലിയൊരു അനുഭവമായിരുന്നു, ഒരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു. കാരണം ആ കോരൻ എന്ന് പറയുന്ന കഥാപാത്രം രണ്ടിടങ്ങഴി വായിച്ചവർക്കറിയാം. കോരനും ചിരിതിയും പുഷ്പവലി തമ്പുരാനും അന്നത്തെ അടിമ പിന്നെ ജന്മിത്ത കാലഘട്ടത്തിലെ ഒരു കഥ. കുറെ സ്റ്റേജുകൾ കളിച്ചു. അങ്ങനെ ഇത് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ ഈ ഒരു പ്രൊഫഷണൽ എന്നുള്ള ഇതിലേക്ക് വരാൻ തുടങ്ങി. അങ്ങനെ പിന്നെ എന്നെ പല സമിതികളും വിളിക്കാൻ തുടങ്ങി. അങ്ങനെ 35 വർഷക്കാലം പ്രൊഫഷണൽ നാടകങ്ങളിൽ ചെയ്തിട്ടുണ്ടാവും. ഇപ്പൊ മൊത്തം ഞാൻ 40ഓളം നാടകങ്ങൾ കളിച്ചിട്ടുണ്ട്. ഒരു 8 നാടകം അമ്മച്ചത്. 40 നാടകങ്ങളിൽ അഭിനയിച്ച വ്യക്തിയാണ് ഇതിൽ. അതെ, തീർച്ചയായും. പിന്നീട് വിവിധ സമിതികൾ എന്നെ വിളിച്ചു. അങ്ങനെ ആ സമിതികളിലൊക്കെ പോയി കളിക്കും. അധികം ഈ വില്ലൻ ക്യാരക്ടർ ആണോ കൂടുതൽ ചെയ്തിട്ടുള്ള? വില്ലൻ കഥാപാത്രങ്ങൾ, അതായത് ഒരു ലുക്ക് അതാണല്ലോ. ഒരു വില്ലൻ കഥാപാത്രങ്ങളായിരുന്നു കൂടുതൽ കിട്ടിയിരുന്നത്. എങ്കിലും
നല്ല കഥാപാത്രങ്ങൾ. അതുപോലെ തന്നെ നമ്മുടെ ഈ KT മുഹമ്മദിന്റെ തീക്കനൽ എന്ന് പറയുന്ന നാടകമുണ്ട്. അതവർ കളിച്ചു വെച്ചതിന് ശേഷം പിന്നീട് അത് ഒരു സമിതി എടുത്ത് പിന്നെ KTയുടെ അനുവാദത്തോടെ ആ സമിതി എടുത്ത് കളിച്ചു, ഈ നാടകം എടുത്ത് കളിച്ചു. അതിലെ കുട്ടന്നേരായിട്ട് കുട്ടന്നേര് അന്ന് കളിച്ച കുട്ടന്നേർ എന്ന് പറയുന്ന കഥാപാത്രം ചെയ്തിരുന്ന കണ്ണൂർ വാസുട്ടിയാണെന്ന് എനിക്ക് തോന്നുന്നു. അദ്ദേഹത്തിന് അതിന് സ്റ്റേറ്റ് അവാർഡൊക്കെ കിട്ടിയതാ. പിന്നീട് രണ്ടാമത് കളിച്ചത് ആ കുട്ടന്നേരുടെ വേഷം ഞാനായിരുന്നു ചെയ്യുന്നത്. എന്താ പറയാ, എനിക്ക് ഒരു നാടകം കണ്ട് അല്ലെങ്കിൽ അതിലേക്ക് ഇറങ്ങി ചെന്നിട്ട് എന്റെ കണ്ണടക്കുന്ന അപ്പം ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പൊ ഈ നാടകത്തിൽ പോകുമ്പോ ഈ ക്രിസ്ത്യൻ സമുദായം എന്ന് പറഞ്ഞില്ല, പ്രത്യേകിച്ച് മലബാറില് തെക്കോട്ട് കുറേയും കൂടെ ഈ ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ട ആളുകൾ നാടകരംഗത്തേക്കൊക്കെ ഒരുപാട് കടന്നു വന്നിട്ടുണ്ട് അങ്ങോട്ട്. ഈ മലബാറിലേക്ക് ആരും കടന്നു വന്നിട്ടില്ല. എല്ലാരും അന്ന് ക്രിസ്ത്യൻ ഇതില് ആരുമില്ല. എന്നെ വളരെ പുച്ഛത്തോടെയായിരുന്നു എല്ലാവരും കണ്ടിരുന്നത്. അവൻ നാടകം കളിക്കാൻ അവൻ നാടകം കളിച്ച് നടക്കുക എന്നുള്ള ഒരു പേര് ദോഷത്തിലൂടെയായിരുന്നു മുന്നോട്ട് പോയി കണ്ടിരുന്നത്. പക്ഷെ ഞാനതൊന്നും വകവെച്ചില്ല. അടിവെച്ച് ഒട്ടനവധി ആളുകളുമായിട്ടുള്ള ബന്ധം. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മുടെ പിന്നെ സുരാസു ഏട്ടൻ, മരിച്ചുപോയ സുരാസു ഏട്ടൻ, അംബുജൻ സുരാസു, വിക്രമൻ നായർ, കോഴിക്കോട് ശാന്താദേവി, കലിംഗ ശശി, അതുപോലെ തന്നെ പിന്നെ കലിംഗ ശശി, TS രാജു, ഇങ്ങനെയൊക്കെയുള്ള ഒട്ടനവധി പ്രഗത്ഭരുടെ കൂടെ നാടകം കളിക്കാൻ ഒരു അവസരമൊക്കെ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിസ്സാര കാര്യമല്ലല്ലോ. പ്രത്യേകിച്ച് വിക്രമൻ നായർ സ്റ്റേജിന്റെ ഒക്കെ കത്തിജ്വലിച്ച് നിൽക്കുന്ന സമയത്ത്, മരിച്ചുപോയ കോടയിൽ ലക്ഷ്മി, അതിൽ അത്ര പേര് ഇപ്പൊ ജീവിച്ചിരിപ്പെടുന്നത് തന്നെ അറിയാൻ പറ്റും. അതെ, വളരെ ചുരുക്കം. അപ്പം ഇതൊക്കെ ഇത്രയും ഒരു വലിയ വലിയ സമ്പത്തിന്റെ ഉടമയായ താങ്കൾ, കലാസമ്പത്തിന്റെ ഉടമയായ താങ്കളെ ഈ നാട് അല്ലെങ്കിൽ നമ്മുടെ ഒരു സമൂഹം അവഗണിച്ചതാണോ അല്ല ചേർത്ത് നിർത്തിയോ? പിന്നീട് എന്നെ ചേർത്ത് നിർത്തിയിട്ടുണ്ട്. എനിക്ക് കുറെ ആദരവുകളൊക്കെ കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഈ പഞ്ചായത്തില്. ഈ ചക്കട്ടവറ പഞ്ചായത്തില് ഏറ്റവും കൂടുതൽ നാടകങ്ങളിൽ കളിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതെ, തീർച്ചയായിട്ടും. അല്ലാതെ മറ്റൊരാൾ ഉള്ളതായിട്ട് എനിക്ക് അറിവില്ല. ഇപ്പോഴും ഇതുവരെയും കളിച്ചിട്ടുള്ളതായിട്ട് എനിക്ക് ഒരറിവില്ല. അത് തന്നെ ഇതൊരു നല്ല മേഖലയുമാണ്. ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഞാനൊക്കെ കളിക്കുമ്പോൾ എന്ന് പറഞ്ഞിട്ട് വേതനം വളരെ ചുരുക്കമായിരുന്നു. ഇപ്പോഴെന്ന് പറഞ്ഞാൽ നാടകരംഗത്ത്, പ്രൊഫഷണൽ നാടകരംഗത്തൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാമ്പത്തികമൊക്കെ നല്ല നിലയിൽ കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഈ തൊഴിലില്ലാത്ത യുവാക്കളും ഇപ്പോഴൊക്കെ അഭ്യസവിദ്യരായ യുവാക്കളാണല്ലോ ഒരുപാടുള്ള യുവതികളും. അവർ ഈ നാടകരംഗത്ത് പോകുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല സാമ്പത്തികം ഉണ്ടാക്കാം. അതുപോലെ തന്നെ സാമ്പത്തികപരമായിട്ട് പിന്നെ ഉന്നതിയിൽ എത്തുകയും ചെയ്യാം, കലാരംഗത്ത് ശോഭിക്കുകയും ചെയ്യാം. ഇന്ന് ജനം നാടകത്തെ ഒട്ടനവധി ഏറ്റെടുത്തിട്ടുണ്ട്. ഇടക്കാലത്തൊന്ന് നാടകം ഒന്ന് ഇതായിരുന്നു. ഇപ്പൊ നാടകത്തിന്റെ പിന്നെ വളരെ എത്ര നാടകങ്ങൾ ഇറങ്ങി. അതല്ല, കഴിഞ്ഞ വർഷം തന്നെ ഞാനൊരു 8-10 നാടകങ്ങൾ കാണാനിടയായി. ഒന്നിനൊന്നിനും മെച്ചമാണ്. ടെക്നിക്കൽ വശങ്ങളും ഇതും എല്ലാം കൂടെ വന്നിട്ട് അതല്ല പ്രേക്ഷകരെ ഇപ്പൊ പിടിച്ചെടുത്തുന്നുണ്ട്. നാടകം നല്ല നാടകങ്ങളാണ്. നല്ല എഴുത്തുകാരും, ഈ പ്രദീപ് കാവുന്തറ, ഈ ഫ്രാൻസിസ് ടി മാവേലിക്കര, ഇങ്ങനെയൊക്കെയുള്ള ആളുകളുടെ കൂടെയൊക്കെ സഹകരിക്കാൻ പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ പ്രദീപന്റെ നാടകങ്ങളിൽ തന്നെ ഞാൻ 2 നാടകങ്ങളിൽ പ്രദീപന്റെ കളിച്ചിട്ടുണ്ട്. രാജീവ് മമ്മിളി ഞാനും കൂടെ ഒരുമിച്ച് കളിച്ചതാണ്. അതുപോലെ തന്നെ തുഞ്ചമ്പറമ്പിൽ നിന്നിട്ട് എഴുത്തച്ഛൻ നാടകമൊക്കെ കളിക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ സ്റ്റേജിന്റെ കളിക്കുന്ന കാലത്തായിരുന്നു. ഏതെല്ലാം ട്രൂപ്പിലാണ് കളിച്ചത്? കുറെ സമിതികളുണ്ട്. സമിതികളുടെ പേരുകള് പിന്നെ കോഴിക്കോട് കലാഭവൻ, പിന്നെ സ്റ്റേജ് ഇന്ത്യ, പിന്നെ പോസ്റ്ററുകളുണ്ട്. അതായത് നോക്കിയിട്ടുണ്ട്, പോസ്റ്ററുകളുണ്ട്. ഒന്നും കളഞ്ഞിട്ടില്ല. പോസ്റ്ററുകളൊക്കെ ഇവിടെ നമുക്കൊന്ന് കാണിക്കണം. കാണിക്കുന്നതിനെന്താ. കുര്യൻ ചേട്ടാ, പോസ്റ്റർ കിട്ടിയോ? പോസ്റ്റർ കിട്ടിയോ? ഇത് ഒരുപാടുണ്ടല്ലോ. ഇത് കോഴിക്കോട് സ്മൃതി കമ്മ്യൂണിക്കേഷൻസ്, പെരുങ്കൊല്ലൻ. ഓക്കെ, ഇതിവിടെ നിരത്തി വെക്ക. പെരുങ്കൊല്ലൻ. ഇത് കോഴിക്കോട് കലാഭവൻ, ഗരുഡൻ. അത് ഇതിൽ അന്നത്തെ കുര്യൻ ചേട്ടൻ. ഇതല്ലേ ഗരുഡൻ. ഓക്കെ, അടിപൊളി. എന്റേത് ഇതാ പിന്നെ സ്നേഹവീട് കോഴിക്കോട് സൂര്യശ്രീ. ഇതാണ് കുര്യൻ സി ജോൺ. സ്നേഹവീട് അതേതാ? അമ്മവാത്സല്യം
ഫ്രാൻസിസ് സ്റ്റീവന് കലാഭവന്റെ തന്നെ. ഓ ഓ അത്രയൊക്കെ മതിയായിരിക്കും. ഇതെല്ലാം കൂടി ഇപ്പൊ എടുക്കണേല് ഇതിപ്പോ സുഹൃത്തുക്കളെ ഒരുപാട് പിന്നെ പോസ്റ്ററുകളുണ്ട്, വ്യത്യസ്തമായ പല. ഒരു വീടും ചെറിയ സ്വപ്നങ്ങളും നവകേരള കോഴിക്കോട്. ഇതൊക്കെ സൂക്ഷിച്ചു വെച്ചു, അതിന്റെ ഡയലോഗുകൾ സൂക്ഷിച്ചു വെച്ചു, അതിന്റെ എല്ലാ ഓർമ്മകളും സൂക്ഷിച്ചു വെച്ച മഹാനായ ഒരു കലാകാരനാണ് കുര്യൻ സി ജോൺ. പിന്നെ രാഷ്ട്രീയം, സാമൂഹിക പ്രവർത്തനങ്ങളൊക്കെ എന്തെല്ലാം? രാഷ്ട്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് ഒരുപാട് തെരുവ് നാടകങ്ങളില് അന്ന് ഞാൻ പറഞ്ഞില്ല, ഈ പിന്നെ 75 അടിയന്തരാവസ്ഥ കാലഘട്ടത്തിലൊക്കെ ഞാൻ ടി എൻ ശ്രീധരൻ്റെ ഒക്കെ ഈ തെരുവ് നാടകങ്ങളിലൊക്കെ ചെയ്തിരുന്നു. പി ആന്റണിയുടെ ഈ ക്രിസ്തുവിന്റെ 6-ാം തിരുമുറി എന്ന് പറയുന്ന നാടക ചക്കട്ടാറെ അവതരിപ്പിച്ച വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ പിന്നീട് കനവ് ബേബിയുടെ നാടകദിക എന്ന് പറയുന്ന നാടകമൊക്കെ ചക്കട്ടാറെ അവതരിപ്പിച്ചു. അതിനൊക്കെ മുൻകൈ എടുത്ത് ഞാൻ ശ്രീധരൻ ഞങ്ങളെ പോലുള്ള അന്നത്തെ പുരോഗമന ചിന്താഗതിയുള്ള ആളുകളായിരുന്നു. എ ജി രാജനെ പോലെയുള്ള പുതിയ ആളുകൾ. അവരൊക്കെ ആയിട്ട് നല്ല ഇതിലാണ് അന്നത്തെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. കാരണം ഒരു നാടകം എപ്പോഴും മരിക്കുന്നില്ലല്ലോ. നാടകം മരിക്കുന്നില്ല. ഇപ്പൊ യഥാർത്ഥത്തിൽ തന്നെ ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കേരളത്തിൽ ഇത്രയും വേരോടാൻ കാരണം പാർട്ടിയുടെ പ്രവർത്തനം ഉണ്ടെങ്കിൽ കൂടിയും KPSCയുടെ നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കിയാണ്. നാടകത്തിലൂടെ ആ നാടകമാണ് ജനമനസ്സിൽ ആഴത്തിൽ പതിഞ്ഞതാണ് കേരളത്തിൽ ഇന്ന് ഈ കമ്മ്യൂണിസത്തിന്റെ വേരോട്ടം ഇത്ര വേഗതയിൽ വേരോടാൻ വേരോടാൻ. അതെ, നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ്. KPSC എത്ര നാടകങ്ങൾ ഇറക്കിയിട്ടുണ്ട്. എല്ലാ നാടകങ്ങളും ഇവിടെ ഒന്നും വരാറില്ല. KPSCയുടെ അപൂർവം നാടകങ്ങള്. KPSCന്റെ കഴിഞ്ഞ സീസണില് ഇവിടെ അടുത്തൊരു ഉമ്മാച്ചോ ഉമ്മാച്ചു എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. നല്ല നാടകം. പിന്നെ ഈ ഭഗവാൻ കാലുമാറുന്നു, KPSC പ്രേമേന്ദ്രനെ കളിച്ച എന്തെല്ലാം വിവാദങ്ങൾ സൃഷ്ടിക്കുന്ന നാടകങ്ങളാണ്. നാടകം എപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജനവുമായിട്ട് നേരിട്ടുള്ള പരിപാടിയല്ലേ. അതാണ് ഇറങ്ങിച്ചില്ല. ആ ബാലവൃദ്ധം ജനങ്ങളുടെ അടുത്തേക്ക് ഇറങ്ങിച്ചില്ല. നാടകത്തിന് മരണമില്ല. സത്യം. അത് നാടകങ്ങൾ ഇന്നിപ്പം ഈ തെക്കൻ സൈഡിലൊക്കെ നല്ല ഓട്ടമാണ് നാടകങ്ങൾ. ഇപ്പൊ തന്നെ മലബാറിൽ തന്നെ എത്രയോ സമിതികൾ നാടകോത്സവങ്ങൾ ഒരുപാട് നടക്കുന്നില്ല. ഒരുപാട് നാടകോത്സവങ്ങൾ നടക്കും. നമ്മുടെ പേരാമ്പ്ര ഒരുപാട് നാടകക്കാരില്ലേ. എത്രയോ ആളുണ്ട്. കലാലയം ഭാസ്കരൻ നായരപ്പള്ളി ഇപ്പൊ എല്ലാവരും പ്രായമൊക്കെ ആയി, അസുഖങ്ങളൊക്കെ ആയി. കനകേച്ചി, കനകലത, ഇവരെല്ലാം കൂടെ നാടകങ്ങൾ ഞങ്ങള് കളിച്ചിട്ടുണ്ട്. മുഹമ്മദ് പേരാമ്പ്ര, ആളുകളുണ്ട്. പേരവട്ടൂർ മുഹമ്മദ്. അപ്പൊ എല്ലാവർക്കും ഇപ്പൊ യാത്രയും സ്റ്റേജില് ഒന്നും പെർഫോമൻസ് ചെയ്യാനുള്ള ഇതില്ല. എന്നാലും ഈ ഒറ്റ കാര്യം, ഇപ്പോഴത്തെ ചെറുപ്പക്കാർ ഇതുപോലെ നാടകങ്ങളിലേക്ക് വരാണ്ടിരിക്കുന്നുണ്ട്. അവർക്ക് സിനിമ അല്ലെങ്കിൽ അങ്ങനെയുള്ള ലെവലിലേക്ക് പോകുന്നുള്ള അതെന്താണ്? അത് ഞാൻ ഇപ്പം പറഞ്ഞല്ലോ. സിനിമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു മായയാണ്. മറ്റത് നമ്മള് നേരിട്ട് ഈ 2 അടി പൊക്കമുള്ള അല്ലെങ്കിൽ 4 അടി പൊക്കമുള്ള സ്റ്റേജിന്റെ മുകളിൽ നിന്നിട്ട് നമ്മൾ ആരാണ്, എന്താണ് കഥാപാത്രം എന്നുള്ളത് ജനങ്ങളിലേക്ക് നേരിട്ട് സംവദിക്കാം. അതെ. സിനിമ എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞിട്ടുണ്ട് കട്ട് ചെയ്തും അത് ഇയാൾക്ക് ഒരു ഡയലോഗ് വിട്ടുപോയി, അല്ലെങ്കിൽ ഒരു ലൈറ്റ് ഇടാൻ വിട്ടുപോയി, അല്ലെങ്കിൽ മൈക്ക് ഓഫ് ആയി പോയി, എല്ലാം ഇങ്ങനെ എല്ലാരും ഒരുമിച്ച് നിന്ന് ഒരാള് എൻട്രി ആവുമ്പോ ആ സമയത്ത് തന്നെ ആകണം, ഡയലോഗ് പറയേണ്ടത് തന്നെ പറയണം. ഭയങ്കര ഇത് 2 കണ്ണുകൾക്ക് നേരെ ആയിരക്കണക്കിന് കണ്ണുകളാ. ആ ന്യൂനതകള് നോക്കി നിൽക്കുകയും ചെയ്യും. അപ്പൊ അത് തന്നെയല്ല നേരിട്ടുള്ള ഇതെന്ന് പറഞ്ഞാൽ നാടകാഭിനയം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഒരു പ്രത്യേക. അത് നമ്മള് സ്റ്റേജിൽ അവതരിപ്പിക്കപ്പെടുന്ന അത് കഴിഞ്ഞിട്ടുണ്ട് ഒരു ഇതില്ലേ. അതെ, അഭിനന്ദനമൊക്കെ ആയിട്ട് വരുമ്പോഴും നല്ല ഇതല്ലേ. പിന്നെ നമ്മളൊരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് അവിടെ ചെല്ലുമ്പോൾ അവര് ആകാംക്ഷയോടെ കാത്തു നിൽക്കുന്ന അവസ്ഥ. ആ നാടകം വണ്ടി അതാ വരുന്ന അവസ്ഥ. അങ്ങനെ കേരളത്തില് പിന്നെ കേരളത്തിനകത്തും പുറത്തും ഒക്കെ കളിച്ചു. ഇങ്ങനെ ഗോവ, തമിഴ്നാട് ഇങ്ങനെയൊക്കെയുള്ള ഏരിയകളിലൊക്കെ കളിച്ചു. ഫാദറും മദറും മരിച്ചുപോയി. ഇതാണ് ചാച്ചനും അമ്മച്ചി അല്ലേ? അതെ. ഓക്കെ. മരിച്ചുപോയി. ഞങ്ങള് 7 മക്കള്. എനിക്ക് ഭാര്യയും 2 ആൺമക്കളും. കുര്യൻ സി ജോൺ എന്ന് പറഞ്ഞ ജോൺ ആയിരുന്നു അച്ഛന്റെ പേര് ജോൺ. എനിക്ക് 2 ആൺമക്കള്, ഭാര്യയും 2 ആൺമക്കളും. ഒരാൾ ആർമിയിൽ നിന്ന് റിട്ടയർഡ് ആയി ഇപ്പൊ കോസ്റ്റ് ഗാർഡിൽ വർക്ക് ചെയ്യുന്നു. ആ വീട് വെച്ച് അവിടെ താഴെ താമസിക്കുന്നു.
രണ്ടാമൻ മറൈൻ എഞ്ചിനീയർ, അവനും വിവാഹിതനായിട്ട് അവിടെ താമസിക്കുന്നു. തറവാട്ടിൽ ഞാനും എൻ്റെ അനുജനും ഇങ്ങനെ അവരെല്ലാവരും കൂടെ വരികയും ഇങ്ങനെയൊക്കെ അങ്ങനെ പോകുന്നു. സന്തോഷം. സിസ്റ്റർ ഒക്കെ എന്തൊരു കലാമേഖലയിലുള്ള അതെ അതെ അതെ, എൻ്റെ അനുജത്തിയാണ്. അവള് വീണയുടെ പിന്നെ ആർട്ടിസ്റ്റാണ്. അവള് തൃപ്പൂണിത്തുറ RLV മ്യൂസിക് കോളേജിന്റെ പ്രൊഫസറായിട്ട് പ്രിൻസിപ്പളായിട്ട് പിരിഞ്ഞ ആളാണ്. ക്രിസ്ത്യൻ സമുദായത്തിൽ ഈ വീണ കൈകാര്യം ചെയ്യാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപൂർവ സംഭവം. അവള് ഗാനഭൂഷണം കഴിഞ്ഞ് ഗാനപ്രവീൺ കഴിഞ്ഞ് അങ്ങനെ പിന്നെ ഇവിടെ തൃപ്പൂണിത്തുറ ജോലി കിട്ടി. ആ കോളേജിന്റെ പ്രിൻസിപ്പളായിട്ട് പിരിഞ്ഞിട്ട് ഇപ്പൊ എറണാകുളത്താണ് താമസം. ഒരു ഇഷ്ടമായിട്ടുള്ള ബന്ധം എന്ന് പറയാൻ എനിക്കും എൻ്റെ അനുജത്തിക്കേ ഉള്ളൂ, പെങ്ങൾക്കേ ഉള്ളൂ. അപ്പൊ അവൾക്ക് ഈ സംഗീതത്തോടുള്ള താല്പര്യം, എനിക്ക് അഭിനയത്തോടുള്ള താല്പര്യം. അങ്ങനെ നാടകരംഗത്ത് ഞാൻ ഉറച്ചു നിന്നു. ഇപ്പൊ പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ആൻജിയോപ്ലാസ്റ്റി ഒക്കെ കഴിഞ്ഞുകൊണ്ട് നാടകത്തിന് പോകാതെ പിന്നെ ആകുന്നില്ല. അങ്ങനെയൊക്കെ വീട്ടിൽ സ്വസ്ഥമായിട്ട് കഴിഞ്ഞു കൂടുന്നു. പഴയ സാമൂഹ്യ പ്രവർത്തനങ്ങൾ പിന്നെ സാമൂഹ്യ പ്രവർത്തനങ്ങളും പിന്നെ ഇപ്പൊ കലാകാരന്മാരുടെ നന്മ സംഘടനയായിട്ട് അതിന്റെ പ്രവർത്തനങ്ങളും കാര്യങ്ങളും വീരങ്ങളും ഒക്കെ ആയിട്ട് സജീവമായിട്ട് നിൽക്കുന്നു. പിന്നെ അപ്പോ എന്തായാലും സന്തോഷം കണ്ടതില്, സംസാരിച്ചതില്. നമ്മളെ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞതിൽ വളരെ വളരെ എന്തായാലും ഇനിയും ആയിക്കോട്ടെ ഇനി ഇങ്ങനെ കലാകാരന്മാർ ചേർന്ന് നിർത്തുകയൊക്കെ ചെയ്യും. ആയിക്കോട്ടെ ഇങ്ങനെ വരണം, ഇനിയും വരണം, കാണണം. ഓക്കെ, ബൈ.